ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ടോർക്കും ആംഗുലർ മൊമെന്റവും തമ്മിലുള്ള ഒരു ചെറിയ റിലേഷൻ ആണ്. റൊട്ടേഷൻ മോഷൻ എന്ന ചാപ്റ്ററിലെ ചെറിയൊരു ഡെറിവേഷൻ ആണ്. കുറച്ച് മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളൂ, എന്നാലും അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ആംഗുലർ മൊമെന്റത്തിന്റെ. ദാറ്റ് ഈസ് L is equal to R cos P ആണ്. ഇതാണ് ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ. റൊട്ടേഷൻ മോഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കുന്നത്. നമ്മളിനി ചെയ്യാൻ പോണത് ഈ രണ്ട് സൈഡിനെയും ടൈമിന്റെ റെസ്പെക്റ്റിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ലെഫ്റ്റ് സൈഡ് വന്നിട്ട് dl/dt ഈക്വൽ ടു d/dt ഓഫ് r cos p എന്ന് വരും. നമുക്ക് +1 മാത്സിൽ തന്നെ പഠിക്കാനുള്ള ഒരു റൂളാണ് പ്രൊഡക്റ്റ് റൂൾ എന്താന്നുള്ളത്. പ്രൊഡക്റ്റ് റൂൾ എന്താന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ രണ്ട് ടേമുകളുടെ പ്രൊഡക്റ്റ്, അതായത് ടൈംസ് ആണ് വരുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ എടുക്കുക, അതിനെ സെക്കൻഡത്തെ ഡെറിവേറ്റീവിൻ്റെ ഒപ്പം ഇൻറ്റു ചെയ്യുക, പ്ലസ് സെക്കൻഡിൻ്റെ എടുക്കുക, പിന്നെ ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഒപ്പം ഇൻറ്റു ചെയ്യുക. പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, ഞാൻ ഇത് കാണിച്ചു തരാം. സോ ഇത് വന്നിട്ട് dl/dt ഈക്വൽ ടു r ഇൻറ്റു dp/dt, അതായത് ഫസ്റ്റത്തെ ടേം സെക്കൻഡത്തിന്റെ ഡെറിവേറ്റീവ്, പ്ലസ് p ഇൻറ്റു dr/dt. ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് റൂൾ പറയുന്നത്. പ്രൊഡക്റ്റ് റൂൾ വേണമെങ്കിൽ ഞാൻ എഴുതി കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ. d/dx ഓഫ് u ഇൻറ്റു v ആണെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് u v ഡാഷ് പ്ലസ് v u ഡാഷ്. ഇവിടെ u ഫസ്റ്റ് ടേം, v സെക്കൻഡ് ടേം. അപ്പം നമ്മളിവിടെ ബേസിക്കലി എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ ഫസ്റ്റത്തെ ടേം ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഫസ്റ്റത്തെ ഡെറിവേറ്റീവ്. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനൊക്കെ കുറച്ച് എക്സ്പാൻഡ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കുറച്ച് സംഭവങ്ങൾ. നമുക്കറിയാം പി എന്ന് പറഞ്ഞാൽ എം വി ആണെന്ന്, അതായത് ലീനിയർ മൊമെന്റം ഇസിക്കൽ ടു എം വി ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ ചെറുതായിട്ട് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് വരിക dp/dt നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം അറിയാം. അതായത് dp/dt ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ആണെന്ന് നമുക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും. സോ നമുക്ക് ഇവിടെ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. r ടൈംസ് എഫ് പ്ലസ് നമ്മൾ പറഞ്ഞു ഈക്വൽ ടു എം വി ആണെന്ന്. ഇവിടെ നമ്മൾ എം വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. dr/dt എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെലോസിറ്റി തന്നെയാണ്. വെലോസിറ്റി എന്ന് കൊടുക്കണം. നമുക്കറിയാം ഒരേ വെക്ടറുകളുടെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഞാൻ ക്രോസ് പ്രൊഡക്റ്റിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഐ ഇൻറ്റു ഐ ഒക്കെ 0 ആണ്, ഐ ക്രോസ് ഐ ഒക്കെ 0 ആണെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ടവർ ചെക്കൗട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വി ക്രോസ് വി വന്നു, അപ്പോൾ അത് ബേസിക്കലി 0 രീതിയിലില്ല. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ 0 ആയി പോയി. നമുക്ക് ബാക്കി വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ dl/dt r cos f എന്ന് വരും. ഈ ഇക്വേഷൻ സിമിലർ ആയിട്ടുണ്ട്. r cos f എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. റൊട്ടേഷൻ മോഷനിൽ പഠിച്ചിട്ടുണ്ടാവും. r cos f എന്ന് പറഞ്ഞാൽ ടോർക്കിന്റെ ഇക്വേഷനാണ്. സോ നമുക്ക് ഫൈനലായിട്ട് എന്താണ് കിട്ടുക എന്ന് പറഞ്ഞാൽ
ടോർക്കിന്റെ സിമ്പിളാണ് ടോർക്ക് ഈക്വൽ ടു dl by dt. ഇപ്പൊ മനസ്സിലായിണ്ടാവും എന്താണ് തമ്മിലുള്ള റിലേഷൻ എന്ന്. ടോർക്ക് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഈക്വേഷൻ മനസ്സിലാക്കാം. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടെന്ന് പറഞ്ഞാൽ ഇത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിന്റെ തന്നെ എന്താണ് റൊട്ടേഷനിൽ അനലോഗ് ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക്. അതായത് നമുക്കറിയാം F is equal to dp by dt ആണ്. ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗാണ് നമ്മൾ ടോർക്കായി പഠിച്ചിരിക്കുന്നത്. നമുക്ക് ഫോഴ്സിനെ ടോർക്കായിട്ട് എഴുതാം. ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷൻ അനലോഗ് വന്നിട്ട് ആംഗുലർ മൊമെന്റ്. അതായത് ന്യൂട്ടൺ സെക്കൻഡ് ലോന്റെ റൊട്ടേഷണൽ അനലോഗാണ് നമുക്ക് ഈ ഒരു റിലേഷൻ തരണത്. സോ അത്രേ ഉള്ളൂ ഡെറിവേഷൻ. വളരെ സിമ്പിൾ ആണ്. കുറച്ച് മാർക്കിനെ ചോദിക്കുള്ളൂ. എന്നാലും അറിഞ്ഞു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഈ ഒരു ഇക്വേഷനെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയാൻ നല്ല തന്നെയായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ അത് വളരെ സഹായിക്കും. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.